നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ യക്ഷികളെക്കുറിച്ചും പ്രേതങ്ങളെക്കുറിച്ചും രാക്ഷസന്മാരെക്കുറിച്ചൊക്കെയുള്ള കഥകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത്തരം കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ആരാ നിങ്ങൾക്ക് ഇത്തരം കഥകൾ പറഞ്ഞു തന്നിരിക്കുന്നത്? പുസ്തകങ്ങളിൽ വായിച്ചതാണോ, അതോ വീട്ടിലെ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളോ പറഞ്ഞു കേട്ടതാണോ? എന്തായാലും ഇത്തരം കഥകൾ കേൾക്കാൻ നല്ല രസമാണ് അല്ലേ? ചിലപ്പോഴതിൽ വെറും കെട്ടുകഥയായിരിക്കും അല്ലേ? വെറുതെ മെനഞ്ഞുണ്ടാക്കിയ കഥകളായിരിക്കും, മറ്റുള്ളവരുടെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കഥകളായിരിക്കും. നമുക്കറിയാം, ശാസ്ത്രീയമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ ഇതിലൊന്നും ഒരു കഥയുമില്ല, അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു യുക്തിയും നമുക്ക് കാണുവാൻ സാധിക്കില്ല. പ്രേതങ്ങൾ, യക്ഷികൾ, ഗന്ധർവന്മാർ അല്ലെ, രാക്ഷസന്മാർ, അല്ലെങ്കിൽ മാനുഷികമായ അല്ലാത്ത അമാനുഷികമായ ശക്തിയുള്ള ചില കഥാപാത്രങ്ങൾ അല്ലെ, ഒത്തിരി ശക്തിയുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ കേട്ട് പരിചയിച്ച് പോരുന്ന കഥകളുമുണ്ട് അല്ലെ, എഴുതി വെക്കാത്ത ചില കഥകളുമുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ നാടോടി കഥകൾ എന്നൊക്കെ പറയും. അത് ലോകമെമ്പാടുമുണ്ട് കേട്ടോ. എല്ലാ ഭാഷയിലും എല്ലാ ആളുകളുടെ ഇടയിലും ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കടന്നു പോകുന്നത് അത്തരത്തിലൊരു കെട്ടുകഥയിലൂടെയാണ്. കെട്ടുകഥ ആണ്, നാടോടി കഥയാണ്. ഈ നാടോടി കഥകളൊക്കെ പലപ്പോഴും ആളുകളിങ്ങനെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പറഞ്ഞ് പകർന്നു കൊടുക്കുന്നവ. ഒരുപക്ഷെ എഴുതി വായിക്കുന്നവയായിരിക്കില്ല. ഇങ്ങനെ പറഞ്ഞ് കൈമാറപ്പെടുന്ന ഭാഷയെ, സാഹിത്യത്തെയെ വാമൊഴി എന്നാണ് പറയുക. വാമൊഴി അല്ലേ? നമ്മൾ സംസാരിച്ച് തന്നെ മറ്റുള്ളവരിലേക്ക് പകരുന്ന അറിവുകളൊക്കെ വാമൊഴിയാണ്. അതേസമയം അത് എഴുതി സൂക്ഷിച്ച് വെച്ചാൽ അതിനെ നമ്മൾ വരമൊഴി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അത്തരം ഒരു കഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഈ കഥ നമ്മുടെ നാട്ടിൽ നടന്ന കഥയല്ല, ഇത് ജർമ്മൻ ഭാഷയിൽ ഉണ്ടായ കഥയാണ്. ആ കഥയ്ക്ക് ആസ്പദമായ ചില കാര്യങ്ങളും ഉണ്ട്. നോക്കിക്കേ, മധ്യകാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഹാമലിൻ പട്ടണത്തിലെ കുട്ടികൾ കൂട്ടത്തോടെ അപ്രത്യക്ഷരാവുകയോ മരിച്ചു പോവുകയോ ചെയ്തുവെന്ന് പറയപ്പെടുന്നു. ഇതിനെ ആസ്പദമാക്കി നിരവധി കഥകളും കവിതകളുമൊക്കെ അക്കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടു. ഇതൊക്കെ വാമൊഴിയായിട്ടാണ് ഈ കഥകൾ പറഞ്ഞു പോന്നിരുന്നത്. വാമൊഴി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എഴുതപ്പെടാത്ത രൂപത്തിൽ ഒരാൾ പറഞ്ഞ് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന രൂപത്തിലാണ് ഇത് പകർന്നു പോകുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന സഹോദരന്മാരായ 2 പേര്, അവരുടെ പേര് ജേക്കബ് ഗ്രിം, വില്യം ഗ്രിം. ഇവരെ 2 പേരെയും ഗ്രിം സഹോദരന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ഗ്രിം സഹോദരന്മാരാണ് ഈ നാടോടി കഥകൾ സമാഹരിച്ചത്, പുസ്തക രൂപത്തിൽ ആക്കിയത്. അപ്പോൾ ആ സമാഹാരത്തിൽ നിന്ന് എടുത്ത ഒരു ജർമ്മൻ നാടോടി കഥയാണ് നമുക്ക് ഇനി പഠിക്കുന്ന കഥ. ആ കഥയുടെ പേര് ഹാമെലിനിലെ കുഴലൂത്തുകാരൻ എന്നാണ്. മലയാളത്തിൽ റോസ്മേരി എന്ന് പറയുന്ന എഴുത്തുകാരിയാണ് ഇത് മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്തത്. അപ്പം നമ്മുടെ ഈ പാഠം ഉൾക്കൊള്ളുന്ന യൂണിറ്റിൻ്റെ പേര് മായക്കാഴ്ചകൾ എന്നാണ് അല്ലേ? മായക്കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ അത് സത്യമില്ല എന്ന് തന്നെയായി. മായം എന്ന് പറഞ്ഞാൽ തന്നെ സത്യമല്ലാത്തത്, കള്ളമുള്ളത് എന്നല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള മായക്കാഴ്ചകളും ഇതുപോലുള്ള ഫാൻറ്റസികളും ഒക്കെ സാഹിത്യത്തിൽ കടന്നു വരും അല്ലേ? ചിലരുടെ ഭാവനയിൽ രൂപപ്പെടുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ കഥകളായിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ധാരാളം കവിതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രശസ്തമായ കവിതകളും കഥകളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ആദ്യ ഭാഗത്ത് കുറേ മുഖംമൂടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഖംമൂടികൾ നിർമ്മിക്കാൻ അറിയാമോ? മുഖംമൂടികൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക? കള്ളന്മാരൊക്കെ വീടുകളൊക്കെ കയറി അല്ലെ ആക്രമിക്കുമ്പോൾ മുഖംമൂടികൾ ധരിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ കുറച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുഖംമൂടികളൊക്കെ ഉപയോഗിക്കുന്നൊരു കാലമാണ്. മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നത് അല്ലേ? പകുതി നമ്മുടെ മുഖം മൂടി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതങ്ങനെയല്ല, മുഴുവൻ കവർ ചെയ്യുന്ന മറ്റൊരു കഥാപാത്രത്തിൻ്റെ രൂപം വരുന്ന രീതിയിലുള്ള മുഖംമൂടികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുഖംമൂടികളുടെ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഈ കഥയിൽ ആവശ്യമുണ്ട്. ഈ കഥയിൽ ഈ മുഖംമൂടികളല്ല, ഈ കഥയിൽ വരുന്ന കഥാപാത്രങ്ങളുടെ നമുക്ക് വേണമെങ്കിൽ ഈ മുഖംമൂടികൾ ഇട്ടുകൊണ്ട് ആവിഷ്കരിക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ കഥ പിന്നീട് നാടക രൂപത്തിലോ ഒക്കെ അവതരിപ്പിക്കാം. അപ്പം മുഖംമൂടികൾ നിർമ്മിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കേട്ടോ. നിങ്ങൾക്ക് സാധിക്കുന്നവർ 1-2 മുഖംമൂടികൾ നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഞാൻ ഈ കഥയൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഹാമെലിനിലെ കുഴലൂത്തുകാരൻ. എലികൾ സർവത്ര എലികൾ,
കിടക്കയിൽ, അലമാരയ്ക്കുള്ളിൽ, അടുക്കളയിൽ, കുളിപ്പുരയിൽ, സ്വീകരണമുറിയിൽ, കലവറയിൽ, എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലിനുള്ളിൽ വരെ എലികളങ്ങനെ മതിച്ച് നടപ്പാണ്. പള്ളികളിൽ, ഓഫീസുകളിൽ, ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, പല വ്യഞ്ജന കടകളിൽ, പോലീസ് സ്റ്റേഷനിൽ മുഷികന്മാരില്ലാത്ത ഒരിടവുമില്ല. ഹാമലിൻ പട്ടണത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. വെസർ നദിയുടെ തീരത്തുള്ള മനോജ്ഞമായ ഒരു പട്ടണമായിരുന്നു അത്. ശുദ്ധവായു, തെളിനീർ, ഫലഭൂയിഷ്ടമായ മണ്ണ്, അധ്വാനികളും സച്ചരിതരുമായ ദേശവാസികൾ, എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടം. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊക്കെ പഴയ കഥ. ഇന്നെല്ലാം താറുമാറായിരിക്കുന്നു. ഹാമലിൻ വാസികൾ സ്വസ്ഥത എന്തെന്നറിഞ്ഞിട്ട് നാളേറെയായിരിക്കുന്നു. എല്ലാറ്റിനും കാരണം എലികളാണ്. ആ നാശം പിടിച്ച എലികൾ. എലികൾ അത്ര കുഴപ്പക്കാരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കും. കാരണം എല്ലായിടത്തും ഉണ്ട് എലികൾ. അവറ്റ അത്യാവശ്യം കുഴപ്പങ്ങളും കുണ്ടാമുണ്ടികളും ഒക്കെ ഒപ്പിക്കാറുണ്ടെങ്കിലും ആരും അതത്ര കാര്യമായി എടുക്കാറില്ല. അതുപോലല്ല ഹാമലിനിലെ എലികൾ. അവർ ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിനാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കും പിടിയില്ല. ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് നിരത്തിലൂടെ എലികളുടെ വലിയൊരു ഘോഷയാത്ര കടന്നു വരുന്നു. ആളുകൾ അമ്പരന്ന് നിൽക്കെ മൂഷികപ്പട എല്ലായിടത്തും വ്യാപിച്ചു. ദിവസങ്ങൾ കൊണ്ട് അവ പെറ്റുപെരുകി. തെരുവുകളും മുറ്റങ്ങളും വീടുകളും അവർ കയ്യേറി. അവർക്ക് ആരെയും ഒന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. എവിടെയും പാഞ്ഞു കയറും. നിങ്ങൾ ചൂരിൽ തൂക്കിയിട്ടിരിക്കുന്ന കോട്ടെടുത്തിടാൻ ഭാവിക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിനുള്ളിൽ നിന്ന് ഒരെലി. കളിത്തൊട്ടിലിൽ നീന്തി തുടിക്കുന്നുണ്ടാവും 3-4 കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെയും കൊതിയന്മാരായ എലികൾ വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അടുക്കളയിൽ ആഹാരം പാകം ചെയ്തു വെച്ചാൽ കലത്തിനുള്ളിൽ നൂണ് കിടക്കും. മേശമേൽ ആഹാരം വിളമ്പി വെക്കേണ്ട താമസം. അവറ്റകൾ കൂട്ടത്തോടെ അവിടെങ്ങും പാഞ്ഞു നടക്കും. പാത്രത്തിൽ തലയിടും. അതോടെ നിങ്ങൾ ആഹാരം കഴിക്കേണ്ടെന്ന് വയ്ക്കും. ഒരു പണിയും സ്വസ്ഥമായിരുന്നു ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ഉടലിലും കാലിനുമിടയിലൊക്കെയായി അവറ്റകൾ കയറിയിറങ്ങി നടപ്പുണ്ടാവും. ആളുകൾക്ക് എലികളുടെ ചിലപ്പും ബഹളവും കാരണം അന്യോന്യം വർത്തമാനം പറയാൻ കൂടി വയ്യെന്നായി. അത്രയ്ക്കുണ്ട് ശബ്ദ കോലാഹലം. കൊച്ചു പൈതങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ 2-3 മൂഷികന്മാരും കൂടി അതിനുള്ളിൽ കയറിയിരുന്ന് ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാവും. എന്തിന്? പകലത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് രാത്രി സ്വസ്ഥമായൊന്നുറങ്ങാമെന്ന് വെച്ചാൽ അവിടെങ്ങും സ്വൈര്യം കിട്ടില്ല. എലിക്കുഞ്ഞുങ്ങൾ കൂട്ടമായി പാഞ്ഞു വന്ന് കിടക്കുന്നവരുടെ മേലേക്ക് കയറി മറിഞ്ഞ് രസിക്കലാണ് പിന്നത്തെ പ്രധാന പരിപാടി. എലികളെ കൊണ്ട് ആളുകൾ വശം കെട്ടു. എല്ലാവരും ചേർന്ന് നഗരപിതാവായ മേയർക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. മൂഷികപ്പടയുടെ കടന്നുകയറ്റം തങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ എങ്ങനെയൊക്കെ താറുമാറാക്കി എന്നതായിരുന്നു ആ നീണ്ട നിവേദനത്തിന്റെ വിഷയം. അത് വായിക്കാതെ തന്നെ മേയർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരെ പോലെ തന്നെ മേയറും അവറ്റകളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി വിശദമായ ഒരു ആലോചനാ യോഗം നടത്തി. എലികളെ നശിപ്പിക്കാൻ പലരും പല പ്രതിവിധികളും നിർദ്ദേശിച്ചു. എലിവിഷം, പലതരം ശക്തിയുള്ള കീടനാശിനികൾ, പലതരം എലിക്കെണികൾ, ഓരോരുത്തരും ഓരോരോ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. മേയറുടെ നേതൃത്വത്തിൽ ഓരോന്നും പരീക്ഷിച്ചു നോക്കി. എലികൾ പെരുകുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. ഹാമലിൻ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് അടുത്തും അകലെയുമുള്ള പട്ടണങ്ങളിൽ വസിക്കുന്ന എലിപിടുത്തക്കാരൊക്കെയും ആ വഴി വന്നു. അവർ പല അഭ്യാസങ്ങളും പയറ്റി നോക്കി. ഒക്കെയും വൻ പരാജയം. മനസ്സുമടുത്ത മേയർ ഇങ്ങനെയൊരു വിളംബരം പുറപ്പെടുവിച്ചു: ഹാമലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് 1000 പൊൻപണം സമ്മാനം. മൈക്കിൽ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിന് പുറമെ വലിയ അക്ഷരത്തിൽ ഒരു ബാനർ കെട്ടിത്തൂക്കുകയും ചെയ്തു. ആർക്കും കാണാൻ പാകത്തിൽ പട്ടണ കവാടത്തിൽ തന്നെയാണ് അത് പ്രദർശിപ്പിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മേയറുടെ ഓഫീസ് വാതിലിൽ മൃദുലമായ ഒരു മുട്ട് കേട്ടു. മേയർ ആഗതനോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വിചിത്ര വേഷധാരിയായ ഒരാൾ അദ്ദേഹത്തിന്റെ സമക്ഷത്ത് ഹാജരായി. കുപ്പായത്തിന്റെ ഒരു പാതി മഞ്ഞ, മറുപാതി ചുവപ്പ്,
മഞ്ഞയും ചുവപ്പും വരകളുള്ള നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. കൂടാതെ കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ട്. അതിൻ്റെ അറ്റത്തായി ഒരു കുഴൽ വാദ്യം തൂങ്ങിക്കിടക്കുന്നു. കുഴലൂത്തുകാരൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ പട്ടണത്തിലെ എലികളെ തുരത്തിയാൽ താങ്കൾ എനിക്ക് 1000 പൊൻപണം പ്രതിഫലം തരുമോ? 1000 അല്ല, 10,000 പണം തരാൻ തയ്യാർ. നിങ്ങൾ ഈ നശിച്ച എലികളെ എന്നേക്കുമായി ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞാൽ മാത്രം മതി, മേയർ പറഞ്ഞു. ഇത് കേട്ട് അയാളുടെ മുഖത്ത് നേർത്ത ഒരു മന്ദഹാസം വിരിഞ്ഞു. അയാളുടെ വിരലുകൾ അസാധാരണമാംവിധം നീണ്ടു മെല്ലിച്ചതായിരുന്നു. സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദവാന്റെ മട്ടുണ്ടായിരുന്നു. മേയറുടെ ഓഫീസിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിയ പാടെ അയാൾ തൻ്റെ കുഴൽവാദ്യം ചുണ്ടോടടുപ്പിച്ചു. അത്ഭുതമായൊരു ഈണം പുറപ്പെട്ടു. നേർത്തതും എന്നാൽ മായികവുമായ ഒരു പ്രത്യേക രാഗം. കുറച്ചു നേരം കൊണ്ട് എങ്ങും നിശബ്ദത പരന്നു. 10,000-കണക്കിന് മൂഷികന്മാർ ഓടുകയും ചാടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവെച്ചു. എന്നിട്ട് ഈണം പുറപ്പെടുന്ന ദിക്കറിയാൻ ഏകാഗ്രതയോടെ ചെവികൾ കൂർപ്പിച്ചു. പിന്നത്തെ കോലാഹലമൊന്നും വിവരിക്കാനാവില്ല. മൂഷികന്മാരുടെ ഒരു കൂട്ടപ്പെരളി. നിലവറക്കുണ്ടുകളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും മച്ചിൻപുറങ്ങളിൽ നിന്നും അവറ്റകൾ കൂട്ടം കൂട്ടമായി കുഴൽവാദ്യം പുറപ്പെട്ട ദിക്കിലേക്ക് പാഞ്ഞു. ആളുകൾ ആ കാഴ്ച കണ്ട് അന്തം വിട്ടങ്ങനെ നിൽക്കുകയാണ്. കുഴലൂത്തുകാരൻ പട്ടണത്തിലെ തെരുവുകളും ഇടവഴികളും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. വശ്യതയാർന്ന ആ ഈണം അയാളുടെ കുഴലിലൂടെ അനുസ്യൂതമായി അങ്ങനെ ഒഴുകുന്നു. എലികൾ ഒന്നടങ്കം അയാളെ പിന്തുടരുന്നു. അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക മട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഓടകൾ, തെരുവിൻ്റെ ഇരുണ്ട മൂലകൾ, പൂന്തോട്ടങ്ങൾ, കോവണിച്ചുവടുകൾ, ഗോതമ്പ് വയലുകൾ, എവിടെല്ലാം എലികൾ പതുങ്ങിയിരിപ്പുണ്ടോ അവിടെ നിന്നെല്ലാം അവ പുറത്തേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു. കുഴലൂത്തുകാരൻ മുന്നിൽ, ലക്ഷോപലക്ഷം മൂഷികന്മാർ പിന്നാലെ. തെരുവീഥിയുടെ ഇരുവശത്തും അവിശ്വസനീയമായ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ. നടന്ന് അയാൾ ബെസർ നദിക്കരയിലെത്തി. എന്നിട്ട് നദിയിലിറങ്ങി 3-4 കാലടികൾ മുന്നോട്ട് വെച്ചു. കുഴലൂത്തുകാരൻ്റെ പിന്നാലെ പാഞ്ഞ എലികൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി. അവ ഒന്നോടെ ആ പെരുവെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയി. അവസാനത്തെ എലിയും പുഴയിൽ ചാടും വരെ അയാൾ കുഴലൂതിക്കൊണ്ട് അതേ നിൽപ്പു തുടർന്നു. അങ്ങനെ ഏറെ മാസങ്ങളായി ഹാമലിൻ പട്ടണത്തെ നരകതുല്യമാക്കിയ മൂഷികർ ഒന്നോടെ ചത്തൊടുങ്ങി. ജനങ്ങൾ സന്തോഷത്താൽ ആർപ്പു വിളിച്ചു. അവർ തെരുവീഥികളിൽ നൃത്തം ചെയ്തു. കുട്ടികൾ തുള്ളിച്ചാടി. കുഴലൂത്തുകാരൻ മേയറുടെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി തരാമെന്നേറ്റ 1000 പൊൻപണം തരൂ. മേയറുടെ മുഖം മാറി. പുഞ്ചിരിയുടെ സ്ഥാനത്ത് ധിക്കാരം നിറഞ്ഞ ഭാവം. 1000 പൊൻപണമോ? വെറുതെ ഈ കുഴലെടുത്ത് ഒന്നൂതി നിസാരമായൊരു രാഗം കേൾപ്പിച്ചതിനോ? 50 പൊൻപണം തരാം. വേണമെങ്കിൽ ചെയ്ത സേവനത്തിന് കുപ്പായത്തിന്മേൽ ഒരു ബഹുമതി ചിഹ്നം കൂടി കുത്തിത്തരാം. മൂഷികപ്പട ഒന്നൊഴിയാതെ ചത്തൊടുങ്ങിക്കിട്ടി. ഇനി എന്തിന് അത്രയും വലിയൊരു തുക വെറുതെ സമ്മാനമായി കൊടുക്കണം? എളിയവനായി കുഴലൂത്തുകാരനെ വല്ല നിസ്സാര തുകയും കൊടുത്ത് ഒഴിവാക്കിയേക്കാം. ഇങ്ങനെ പോയി മേയറുടെ ചിന്തകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച തുക നിങ്ങൾ എനിക്ക് തരില്ല അല്ലേ? അവസാന വാക്കെന്നോണം കുഴലൂത്തുകാരൻ ഒരിക്കൽ കൂടി മേയറോട് ചോദിച്ചു. ഇല്ല, 50-ൽ കൂടുതൽ ഒരു ചില്ലി പോലും നിങ്ങൾക്ക് ഞാൻ തരാൻ പോണില്ല, മേയർ തർപ്പിച്ചു പറഞ്ഞു. കുഴലൂത്തുകാരൻ ഒരക്ഷരം പോലും പറയാതെ നേരെ പുറത്തിറങ്ങി. എന്നിട്ട് ഹാമലിൻ പട്ടണത്തിൻ്റെ പ്രധാന വീതിയിലെത്തി. ഒരിക്കൽ കൂടി കുഴൽവാദ്യം അയാൾ ചുണ്ടോട് ചേർത്തു. ഇത്തവണ ഒഴുകി വന്ന നാദം ആരുടെയും മനം മയക്കുന്നതായിരുന്നു. കാതിന് ഇമ്പം പകരുന്ന ആ മനോജ്ഞ രാഗം ഹാമലിനിലെങ്ങും ഒഴുകി നടന്നു. അപ്പോഴുണ്ട് കുട്ടികൾ ആ മധുരനാദത്തിനൊത്ത് താളം പിടിച്ചും
ചുവട് വെച്ച് നൃത്തം ചെയ്തും അണിയണിയായി അങ്ങനെ എത്തിച്ചേരുന്നു. മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്നവരും വീട്ടിനുള്ളിൽ വിശ്രമിക്കുന്നവരും അമ്മമാരുടെ മാർത്തട്ടിൽ മയങ്ങിക്കിടന്ന പൈതങ്ങളും അവരോടൊപ്പം ചേർന്നു. ആ പട്ടണത്തിലെ സകലമാന കുട്ടികളും കൈകോർത്ത് നൃത്തം ചെയ്തുകൊണ്ട് കുഴലൂത്തുകാരൻ്റെ പിന്നാലെ കൂടി. അച്ഛനമ്മമാർ ഇത് കണ്ടമ്പരന്നു. അവർ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവരെ പിന്തിരിപ്പിക്കാനായില്ല. വെസർ നദിയുടെ തീരത്തുകൂടി നടന്ന് നീണ്ടു പോയ ഒറ്റയടി പാത പിന്നിട്ട് കുഴലൂത്തുകാരനും കുട്ടികളും ചെങ്കുത്തായ ഒരു മല ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. മലയുടെ മുന്നിലെത്തിയപ്പോൾ അയാൾ പുതിയൊരു രാഗം പൊഴിച്ചു. അതാ മലയുടെ ചെരുവിലായി ഒരു ചെറുവാതിൽ തുറന്നു വരുന്നു. അയാൾ കുട്ടികളെ അതിനുള്ളിലേക്ക് ആനയിച്ചു. പൊട്ടിച്ചിരികൾ ഉതിർത്തുകൊണ്ട് കുട്ടികൾ തുള്ളിച്ചാടി. അത്യാഹ്ലാദത്തോടെ അവർ കുഴലൂത്തുകാരൻ കാട്ടിയ വഴിയെ നടന്നു. പട്ടണവാസികൾ സ്തബ്ധരായി അങ്ങനെ നിലകൊണ്ടു. അവർക്ക് ആ ബാലകരെ ഒരു വിധത്തിലും തടയാനായില്ല. അങ്ങനെ ഹാമലിൻ പട്ടണത്തിലെ കുട്ടികളെല്ലാവരും നിഗൂഢമായ ഏതോ ഒരിടത്തേക്ക് പോയി മറഞ്ഞു. മുടന്തനായ ഒരു ബാലൻ മാത്രം പിന്നിൽ അവശേഷിച്ചു. നടക്കാൻ ബുദ്ധിമുട്ടാകിയാൽ അവൻ ഏറെ പിന്നിലായിപ്പോയി. അവൻ കുന്നിൻ ചെരുവിലെത്തുമ്പോൾ ആ ഗുഹാവാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്കായിപ്പോയ പിഞ്ചു ബാലൻ കുന്നിൻ ചെരുവിലിരുന്ന് തേങ്ങിക്കരഞ്ഞു. തൻ്റെ കൂട്ടുകാരെ ഓരോരുത്തരെയായി പേര് ചൊല്ലി വിളിച്ചു. പക്ഷെ വിളി കേൾക്കാൻ ആരുമേ ഉണ്ടായിരുന്നില്ല. നോക്കി നിൽക്കെ ആ വാതിലും മറഞ്ഞുപോയി. അതിൽ പിന്നെ നമ്മുടെ കുഴലൂത്തുകാരനെയോ കുട്ടികളെയോ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷേ മലയുടെ ചെരുവിൽ നിന്ന് കുട്ടികളുടെ മണിനാദം പോലുള്ള ചിരിമുഴക്കങ്ങൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു. ഒപ്പം ആരുടെയും ഹൃദയത്തെ പിടിച്ചുലയ്ക്കും വിധം നിഗൂഢ വശ്യതയാർന്ന കുഴലൂത്തിൻ്റെ ഈണവും അവിടെങ്ങും ഒഴുകിപ്പരക്കാറുണ്ടത്രേ. എന്തായാലും അതിനുശേഷം ഒറ്റ എലി പോലും ഹാമലിൻ പട്ടണത്തിൽ പ്രവേശിച്ചിട്ടില്ല, ഉറപ്പ്. എല്ലാവരും കഥ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്തായാലും കഥ ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നല്ല കഥയാണ് അല്ലേ? കുട്ടികളൊക്കെ ആകർഷിക്കുന്ന കഥയാണ്. നമുക്ക് കഥയുടെ അവസാനം സങ്കടമൊക്കെ വരും അല്ലേ? എന്നാലും സാരമില്ല. അപ്പോൾ ഈ കഥ നിങ്ങൾ നന്നായിട്ട് 1-2 പ്രാവശ്യം വായിക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ കഥയിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. നന്ദി.